അടുത്തത് നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ ശശികുമാർ. അത് ഔപചാരികമായ ഒരു ചടങ്ങെന്നേ ഉള്ളൂ. അദ്ദേഹം അധ്യക്ഷനായിട്ടിരിക്കണം എന്ന് മന്നത്ത് പത്മനാഭൻ്റെ നിയമാവലിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ആ ഉത്തരവാദിത്വ ബോധം സർവീസ് സൊസൈറ്റിയെ നേരെ നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ സഹകരണം എല്ലാം നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് സംഘടനയെ യാതൊരു എതിർപ്പുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന അദ്ദേഹത്തെയും ഔപചാരികമായ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP. ഞാൻ അദ്ദേഹത്തെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും വിനയാന്വിതനായ ഒരു മനുഷ്യൻ, എല്ലാവരോടും സ്നേഹപൂർണമായ ഇടപെടൽ, രാഷ്ട്രീയത്തിൽ ഒരു വഞ്ചനയുമില്ലാത്ത പ്രവർത്തനം, അത് അച്ഛൻ്റെ പാരമ്പര്യം ആണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് കേരള കോൺഗ്രസിൻ്റെ ജന്മം നൽകിയത്. അതിനെ അനുഗ്രഹിച്ചത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. കേരള കോൺഗ്രസിൽ ജന്മം കൊടുക്കുമ്പോൾ അതിൻ്റെ തലപ്പത്തിരുന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. അപ്പം ആ രുചി, ആ മണം നമുക്ക് കിട്ടാതിരിക്കുമോ? നമുക്ക് വേണ്ടത് എന്താ? മന്നത്ത് പത്മനാഭൻ ആരാണെന്ന് അറിയുകയോ ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവോ ഇല്ലാത്തവരെ അല്ലല്ലോ നമുക്ക് വിളിക്കേണ്ടത്. മന്നത്ത് പത്മനാഭനെ പഠിച്ച ആ ബന്ധം, ആ സമുദായമായിട്ടുള്ള സൗഹൃദം നിലനിർത്തി പോരുന്ന മാന്യതയുള്ള ആളുകളെയാണ് ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കേണ്ടത് എന്നുള്ള ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ നമ്മൾ ഇതിൻ്റെ പ്രധാന അനുസ്മരണ സമ്മേളനം നടത്താൻ ക്ഷണിച്ചിരിക്കുന്നത്. യാതൊരു തടസ്സവും പറഞ്ഞ ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞതുള്ളൂ. പിന്നെ ഇപ്പം ഈ നോട്ടീസും അയച്ചു കൊടുത്തു. ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ വന്നോളാം, കൃത്യസമയത്ത് വന്നോളാം. അദ്ദേഹം കൃത്യസമയത്ത് വന്നു. അപ്പം നമ്മുടെ പരിപാടി വിജയിച്ചു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ശ്രീ മന്നത്ത് പത്മനാഭനെയും നിങ്ങളേവരെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്നത് NSSൻ്റെ ട്രഷററാണ് ശ്രീ അഡ്വക്കേറ്റ് NB അയ്യപ്പൻപിള്ള. ഞാൻ ആ പ്രസിഡന്റ് കാര്യം പറഞ്ഞ പോലെ തന്നെ NSSൻ്റെ തലപ്പത്തിരിക്കുന്ന ഭരണം നടത്തുന്ന 5 പേരിൽ 3 പേര് എന്ന് പറയുന്നത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഖജാൻജി. എൻ്റെ കൃത്യം ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഈ 2 പേരുടെയും കൃത്യനിർവഹണത്തിൽ അവർ കാണിക്കുന്ന ആത്മാർത്ഥത ഈ സംഘടനയെ വളരെയധികം സത്യസന്ധമായി കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. കണക്കാണല്ലോ, അവിടെയാണല്ലോ സത്യം വേണ്ടത്, കള്ളത്തരം ഇല്ലാതിരിക്കാൻ. അപ്പോൾ അതിനെല്ലാം വേണ്ട ആത്മാർത്ഥമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് ട്രഷറർ അഡ്വക്കേറ്റ് ശ്രീ അയ്യപ്പൻപിള്ള. അദ്ദേഹം ആചാര്യനാമത്തിൽ അദ്ദേഹത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ, തിരുവനന്തപുരം യൂണിയൻ പ്രസിഡന്റാണ്. NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ശ്രീ ഹരികുമാർ കോയിക്കൽ, NSS ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ
ബഹുമാനപ്പെട്ട ഡയറക്ടർ ബോർഡൊക്കെ അത് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ശ്രീ BB ശശിധരൻ നായർ കരയോഗം രജിസ്ട്രാർ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, പ്രതിനിധി സഭാംഗങ്ങൾ, വ്യക്തി മെമ്പർമാർ, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, കരയോഗ വനിതാ സമാജ്, ബാലസമാജ്, സ്വയം സഹായ സംഘ പ്രവർത്തകർ, സമുദായാചാര്യൻ്റെ കുടുംബാംഗങ്ങൾ, വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ, വിജയകുര്യൻ സാറ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ഉള്ള BJPയുടെയും ഒക്കെ നേതൃനിരയിലുള്ള ആളുകൾ ഇത്തവണ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള ബഹുമാന്യ വ്യക്തികൾ, NSS വകുപ്പ് മേധാവികൾ, NSS ഇൻസ്പെക്ടർമാർ അടക്കമുള്ള ഹെഡ് ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ, സ്നേഹനിധികളായ മാധ്യമ പ്രവർത്തകർ. ഞാൻ ഒറ്റ വാക്കിൽ ഇതെല്ലാം പറയാൻ കാര്യം എൻ്റെ പ്രസംഗമല്ല കേൾക്കേണ്ടത്, അവരുടെ പ്രസംഗം. അവർക്കെല്ലാം ശ്രീ ആചാര്യനാമത്തിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.